ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്ത് പറഞ്ഞു തുടങ്ങണമെന്നറിയാതിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവരാണ് 3ാം തലമുറക്കാർ. ഇവരൊക്കെ വളർന്നു കഴിഞ്ഞാൽ പരസ്പരം അറിയോ ആവോ? ആരൊക്കെ ഏതൊക്കെ നാട്ടിലായിരിക്കുന്നു ആർക്കറിയാം. കുടുംബങ്ങൾ തമ്മിൽ ഒരു അടുപ്പുണ്ടാവണമെങ്കിൽ ഇതുപോലെ ചെറിയ ഫംഗ്ഷൻ നടക്കുന്നത് അത്യാവശ്യമാണല്ലേ. രക്തബന്ധത്തേക്കാൾ വലുതാണ് സ്നേഹബന്ധം, സ്നേഹബന്ധത്തേക്കാൾ വലുതാണ് രക്തബന്ധം എന്നൊന്നും പറയണ്ട. അത്യാവശ്യ സമയത്ത് ആര് കൂടെ ഉണ്ടാവുന്ന ആർക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങളെയും ഒരേപോലെ കാണാം. അതെന്തോ ആവട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഇനി പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അകത്തും പുറത്തും ഭക്ഷണം കഴിക്കൽ തന്നെ പ്രധാനം. ഇങ്ങനെയുള്ള പരിപാടികളിൽ ഞാൻ സാധാരണയായിട്ട് അമ്മയുടെയും മേമമാരുടെയും കൂടെ അവസാനമാണ് ഭക്ഷണം കഴിക്കാതിരിക്കാറ്. പതിവിൽ വിപരീതമായിട്ട് ഇവരുടെ കൂടെയാണ് ഇന്ന് കഴിക്കാനിരുന്നത്. ഫുഡെല്ലാം സൂപ്പറായിരുന്നു. പക്ഷേ ഈ വളവളാന്നുള്ള വർത്താനം കാരണം ഫുഡിൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇവരുടെ കൂടെ കഴിക്കാനിരുന്ന് നന്നായി എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഇതെന്റെ ഒരു ഏട്ടന്റെ വൈഫ് നിത്യ. പ്രായം കൊണ്ട് സെയിം ആണെങ്കിലും ചേച്ചി എന്ന് വിളിക്കണ്ടേ. ആരൊക്കെ വിറപ്പിക്കുന്ന ടീച്ചറാന്ന് പറഞ്ഞാലും സ്വന്തം മക്കളുടെ അടുത്ത് അതൊന്നും നടക്കില്ല. അവരെ മെരുക്കിയെടുക്കുന്നത് ഒരു ടാസ്ക് തന്നെയാ. ഏറെക്കുറെ എല്ലാ പേരൻസിന്റെയും അവസ്ഥ ഇത് തന്നെയാ. നമ്മളും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. അതോ ഇപ്പോഴത്തെ മക്കൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലുണ്ടോ എന്നൊരു സംശയം. എന്റെ അച്ഛനെ പിടിച്ചു നിർത്തി നിർബന്ധിച്ച് ഹായ് പറയിപ്പിക്കുന്ന ഇവരാണ് ഈ വീടിന്റെ അനന്തരാവകാശികൾ. കഴിഞ്ഞ വീഡിയോകളിലും ഞാൻ ഇവരെ കാണിച്ചിട്ടുണ്ട്. ഇതിലൊരാൾ ഫിസിയോതെറാപ്പിയിൽ PG ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, മറ്റാള് നഴ്സിംഗിന് പഠിക്കുന്നു. ഇത് കൃഷ്ണേന്ദു, എന്റെ കല്യാണത്തിന് കരഞ്ഞ ഒരേ ഒരു അനിയത്തി. അന്നത്തെ ആ 5 വയസ്സുകാരിക്ക് ഇപ്പോ എങ്ങനെങ്കിലും പഠിച്ചൊരു നേഴ്സായി എവിടെങ്കിലും പോയി ഒരു ജോലി ചെയ്താൽ മതിയെന്നായി. തമാശയ്ക്കാണെങ്കിലും നമ്മളൊരാളുടെ റോൾ മോഡലാന്ന് കേൾക്കുന്നത് ഒരു അഭിമാനമുള്ള കാര്യം തന്നെയാണല്ലേ. ഈ അനു പറയുന്നത് കൃഷ്ണേന്ദു ചേച്ചിയാണ് എന്റെ റോൾ മോഡൽ എന്നാണ്. ഇവന്റെ കല്യാണമാണ് അടുത്ത ഞങ്ങളെ വലിയൊരു ആഘോഷം. പക്ഷെ ഇപ്പൊ ഇവിടെ നടക്കുന്ന ചർച്ച കല്യാണ വിഷയമൊന്നല്ല കേട്ടോ. മേമ പറയായിരുന്നു, ഇവൻ നമ്മളോട് ഈ കളിച്ച് ചിരിച്ച് നടക്കുന്നതൊന്നും നോക്കണ്ട, എത്ര കുട്ടികളെ വിറപ്പിക്കുന്ന മാഷ ഇവൻ. ആള് കോട്ടയ്ക്കില് മലബാർ പോളിടെക്നിക്കില് പ്രൊഫസറായിട്ട് ജോലി ചെയ്യാണ്. അത് മാത്രല്ല IQ അക്കാദമി എന്ന പേരിൽ ഒരു ട്യൂഷൻ സെന്ററും കൂടി നടത്തുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ വൈബിനൊപ്പം പിടിച്ചു നിൽക്കാന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമെന്നാണ് ഇവന്റെ അഭിപ്രായം. അത് ശരിയാണല്ലേ. നമ്മളുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് ജനറേഷനിൽ വരുന്ന മാറ്റങ്ങൾ. ഇതെന്റെ അമ്മയും അമ്മായിയും മേയന്മാരുമാണ്. ഇവരെന്റെ വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നൊന്നും അല്ല കേട്ടോ. ചില പ്രത്യേക കാരണങ്ങളാൽ ഫുഡ് തീർന്നു എന്ന് കേട്ടിട്ടുള്ള നിൽപ്പാണ്. ചപ്പാത്തിയും പൊറാട്ടയും ഉണ്ട്, പക്ഷേ കറികൾ തീർന്നുപോയി. പക്ഷേ അഡ്ജസ്റ്റ്മെന്റിന്റെ അങ്ങേയറ്റമുള്ള ഇവരെ തോൽപ്പിക്കാൻ പറ്റില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ അവർ കഴിച്ചു. പരിചയപ്പെടുത്തലൊക്കെ ഇവിടത്തോടെ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അപ്പോൾ ഇനി പാക്കപ്പ്. അങ്ങനെ യാത്ര പറയാൻ നേരം എല്ലാവരും കൂടി നല്ലൊരു ഹായ് ഒക്കെ തന്ന് അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.